വിക്സിൽ മെഴുകുതിരി ഒന്ന് കത്തിച്ചൊറ്റിച്ച് നോക്കൂ കേട്ടോ. നമ്മളിത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 മെഴുകുതിരി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം വേണം മെഴുകുതിരി ഇട്ട് കൊടുക്കാൻ. 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നന്നായി അതൊന്ന് മെൽട്ടായി വെള്ളം പോലെ ആവും. അപ്പോൾ അതിനകത്തുള്ള അതിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മളിതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി അത് കളയണ്ട, ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് മെൽട്ടായതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ യൂക്കാലിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു ഓയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത് വല്ല ചിരാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 3 ചിരാഗ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ത്രെഡ് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് ലെവലായിട്ട് വെക്കുക, തിരിയുടെ രീതിയിൽ ആക്കി വെക്കുക. പിന്നെ നമ്മൾ ഇത് നന്നായി ഒന്ന് ഉറയ്ക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മെഴുകുതിരിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് ആയി കിട്ടും. അപ്പോൾ ഇത് കുറച്ച് താഴെ പോയിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ കത്തി യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളത്തിൽ മുക്കി കോട്ടൺ തുണി യൂസ് ചെയ്ത് ഇതുപോലെ തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ. ബാക്കി പോവാത്തത് നമ്മളിതുപോലെ തിളച്ച വെള്ളം കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഴുകിൻ്റെ അംശവും ആ ഒരു എണ്ണമയവും എല്ലാം വൃത്തിയായി തന്നെ പോയി കിട്ടും. ഇനി നമ്മൾ അതുപോലെ ഈ ഒന്ന് നന്നായി ഒന്ന് ഉറച്ചതിന് ശേഷം ഇതൊന്ന് കത്തിക്കുക കേട്ടോ. രാത്രി സമയത്ത്, സന്ധ്യാസമയത്ത്, അതുപോലെ രാവിലെ നേരത്തൊക്കെ നമ്മളിത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുക് ആ പരിസരത്ത് വരികയില്ല, വീട്ടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി വരാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ.